സ്റ്റെയിലാക്കലും നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്താ പഠിച്ചത് എങ്ങനെയാ പഠിച്ചതൊന്നും ഒരു ഓർമ്മയില്ല. ഇനി പഠിച്ച കേട്ടോ അത് അത്രയും ഓർമ്മയില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ലുക്കിലും നമ്മൾ ഒരു കുറവ് വരുത്തല്ലോ, അതങ്ങനെയാണല്ലോ. സത്യം പറയുകയാണെങ്കിൽ ഈ സാരി എങ്ങനെ എടുക്കുന്ന പോലും എനിക്കറിയില്ല കേട്ടോ. അവിടുത്തെ കുട്ടികൾ എടുത്തോന്നുകൊണ്ട് മാത്രം ഞാനത് വൃത്തിക്ക് സാരി ഇട്ടിയത്. അപ്പം നിങ്ങൾക്ക് അടുത്ത ഡൗട്ട് ചോദിക്കും, ഇതെന്താ അവർക്ക് വേറെ കളർ എനിക്ക് വേറെ കളർ എന്നുള്ളത് കേട്ടോ. ഇതന്നെയാണ് എൻ്റെ ഡൗട്ട്. ഞാൻ സാരി എടുത്ത് വെച്ചപ്പോൾ അവർക്ക് വേറെ കളർ എനിക്ക് വേറെ കളർ. അങ്ങനെ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു പീസ് കഴിഞ്ഞുകൊണ്ട് തന്നാണ്. പിന്നെ കോളേജിൽ പോയപ്പോൾ ഒരു 3-4 അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനമായിട്ടോ. ഇനി എവിടെയാണ് കോളേജ് ഉള്ളത്? എക്സാം 2-3 ബസ് സ്റ്റോപ്പ് അപ്പുറത്ത് വേറെ കോളേജിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബസ് കയറണം, എന്നാൽ മാത്രമേ ഗൈസ് കോളേജിലെത്താൻ പറ്റുള്ളൂ. പക്ഷേ 10 മണിൻ്റെ എക്സാമിന് നമ്മളെല്ലാവരും 9 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങി. ഫസ്റ്റ് എക്സാമാണ്, നല്ല ടെൻഷൻ. അങ്ങനെ കോളേജിലെത്തി. പക്ഷെ എന്താ സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ്സിന് കയറാൻ നിന്നപ്പോൾ തന്നെ ഒരുപാട് ബസ് നിർത്തിയില്ല. പിന്നെ അത്യാവശ്യം ട്രാഫിക്കിലും പെട്ടെ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ടെൻഷൻ്റെ കുറച്ചും കൂടി ടെൻഷൻ വരുന്ന പോലെ എക്സാമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഭയങ്കരമായി ഡിസ്കഷൻ നടത്താം. കാരണം ഫസ്റ്റ് എക്സാം ഉള്ളത് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺ എല്ലാവർക്കും ഈസി ആണോ എന്നുള്ള പരിപാടി ഫുള്ള് നമ്മളാണ് ഈ സെൽഫൊക്കെ എടുത്ത്. അങ്ങനെ ഗൈസ് ഹോസ്റ്റലിലെത്തി. പിന്നെ ഞങ്ങളൊരു മുടിഞ്ഞ പടുത്ത അടുത്ത എക്സാമിനുള്ളൊരു ജസ്റ്റ് ഒരു കിക്ക് കിട്ടിയല്ലോ. ദിവസമുള്ള പ്രിപ്പറേഷൻ ആണെന്ന് പറയുമല്ലോ. ലാസ്റ്റ് സാരി എടുക്കാൻ പോകുന്നതിൻ്റെ മുള്ള ഒരു റിവേഴ്സ് വേർഷനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും 5 സബ്ജക്റ്റ് പഠിച്ചതിന് ആവശ്യമുള്ള റിവേഴ്സാണ്. ഒരിക്കലും അല്ല, ഒരു 3-2 സബ്ജക്റ്റൊക്കെ പഠിച്ചാൽ അതിൻ്റെ റിവേഴ്സ് അടിച്ചാലേ എക്സാമിന് എന്തെങ്കിലുമൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അങ്ങനെ സാരി അടിക്കലും ഫുഡ് കഴിക്കലൊക്കെ വേഗം കഴിഞ്ഞ് നമ്മളിനി പോകാൻ നിൽക്കാം കേട്ടോ. ഇന്നലെ തന്നെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ബസ് നിർത്തിയില്ല, അതുപോലെ ബ്ലോക്ക് പെട്ട്. പക്ഷേ എക്സാമിൻ്റെ മുന്നേ തന്നെ നമ്മൾ അവിടെ എത്തി. അപ്പോൾ അതുപോലെ ആവണമെന്ന് എല്ലാവർക്കും ഒരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ചില ടീം വേഗം പോയിട്ടോ. അതായത് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. എന്നും കോളേജിൻ്റെ ഒരു ഫോട്ടോ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും ഗൈസ്. ഇതാണ് എൻ്റെ കോളേജ്. കാരണം നമ്മൾ ആ ടെൻഷനിലങ്ങ് ഓടുന്നല്ലേ, എന്തോ ഒന്നുമില്ലല്ലോ. കയറി ഗൈസ്. നമുക്ക് 10 രൂപ വെച്ചിട്ടാട്ടോ ടിക്കറ്റ് വരുന്നത്. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ ബസ്. കാരണം വലിയ സ്പീക്കറാണ് ഗൈസ്. പാട്ടൊക്കെ ഇട്ട് നമ്മളെ മൈൻഡ് ഇങ്ങനെ സെറ്റാക്കി തരും. അവിടെ ഒരു പാട്ട് നമ്മൾ കേട്ടിരുന്നു. പക്ഷെ ആ പാട്ട് പിന്നെ തപ്പിട്ട് കിട്ടിയിട്ടില്ല. അത്ര അടിപൊളി സോങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കോളേജ് എത്തി. ഇനി കോളേജിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ റിവേഴ്സ് വേർഷനാണ്. കാരണം 10 മണിക്കാണല്ലോ തുടങ്ങുക. അപ്പം അതിൻ്റെ മുന്നേ എന്തെങ്കിലുമൊക്കെ ഓർമ്മ ഉണ്ടാകാൻ വേണ്ടി അടിച്ച് പെറുക്കുന്ന ഒരു സമയമായിരിക്കും. ഈ ഒരു സമയത്ത് ആരും മുഖത്തേക്കേ നോക്കില്ല. നമ്മൾ എപ്പോഴും അവിടെ എത്തുമ്പോൾ അസംബ്ലി ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞങ്ങളോട് എപ്പോഴും അറ്റൻഷൻ പ്ലീസ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിൽക്കാനൊക്കെ പറയും. പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല ഗൈസ്. കാരണം ആ സമയത്ത് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ 2 അക്ഷരം പഠിക്കാന്നുള്ള എൻ്റെ മൈൻഡിലുണ്ടാവുക. എക്സാം കഴിഞ്ഞ് എല്ലാ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഹോസ്റ്റലിലെത്തി. പിന്നെ നമ്മൾ ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഒരു കോഫി കുടിക്കാൻ ഇറങ്ങും. എന്നാൽ മാത്രമല്ല ഗൈസ് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ വിചാരിച്ചിട്ടോ. അങ്ങനെ ഗൈസ് എന്തെങ്കിലുമൊക്കെ വാങ്ങി സംസാരിക്കുക. സത്യം പറയുകയാണെങ്കിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ റിലാക്സേഷൻ, ഒന്ന് സംസാരിക്കുക എന്നുള്ളത് കേട്ടോ. രാവിലെ പഠിക്കാനിരുന്ന ഈ വ്യൂ ആട്ടോ അവിടെ നിന്ന് കാണാം. നമ്മൾ പ്രത്യേകിച്ച് 4th ഫ്ലോറിലായതുകൊണ്ട് തന്നെ അടിയിലെ വീടുകളും പിന്നെ ആ മൂടൽ മഞ്ഞു അടിപൊളി കേട്ടോ. ഇത് നോക്കി ഞാൻ തന്നെ 10 മിനിറ്റ് കഴിയും. പിന്നെ നമ്മൾ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. പാവം പ്രിൻസിപ്പാൾ നമ്മൾ നേരെ വൈകി പോകുന്നതുകൊണ്ട് അറിയില്ല, മൂപ്പര് നമ്മളെ ബസ്സിൽ ഇങ്ങനെ ഏൽപ്പിച്ചു. നമ്മൾ ഗേൾസ് മാത്രമല്ല കേട്ടോ, ബോയ്സും ഉണ്ട്. അവർ നമ്മളെ 2nd ഫ്ലോറിലും നമ്മൾ 4th ഫ്ലോറിലാണ് വരുന്നത്. ഇതാണ് ക്ലാസ് റൂം. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഒരു കുഞ്ഞി ടേബിളും ഒരു ചെയറുമാണ് ഗൈസ്. നല്ല രസമാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം അവിടെ കണ്ടുവരുന്ന ഒരു സാധനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊതുക്. ഇൻ്റെ റബ്ബേ ജാതി കൊതുക് തിരിയൊന്നും അടുപ്പിക്കാൻ പറ്റില്ല. കൊതുകിന് അതൊന്നും ഒരു വിലയില്ല എന്നൊക്കെ പറയില്ലേ, അമ്മരല്ലേ. ഞാനിരിക്കുന്ന സൈഡിൽ തന്നെ ഉണ്ട് കൊതുക് ഇങ്ങനെ റൗണ്ടിൽ. അവിടെ ഒന്ന് ഫാൻ ഇടാണ്ട് തന്നെ ഇരിക്കാൻ പറ്റില്ല ഗൈസ്, എത്ര തണുപ്പാണെങ്കിൽ പോലും. അങ്ങനെ എക്സാം പരിപാടി കഴിഞ്ഞു. ചില സമയത്ത് നമ്മൾ അവിടുന്ന് ചെറിയൊരു കോഫി കുടിക്കും കേട്ടോ. ആ ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഒരു കട ഉണ്ട് ഗൈസ് കോഫി. സെറ്റാണെന്ന് പറഞ്ഞാൽ സെറ്റാണ്. ഞാൻ അത്രയും ഡേയ്സുള്ള പിന്നെ വേറെ ഒന്നും കുടിച്ചില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അഞ്ജുവിൻ്റെ ഒരു സെൽഫി എടുക്കുക, അഞ്ജുവിൻ്റെ ഒരു വീഡിയോ എടുക്കുക. ഈ ഒരു പരിപാടി അതിന് വേണ്ടിയിട്ടാണ് അഞ്ജു വരുന്നത്. ഫസ്റ്റ് എക്സാമിൻ്റെ മുന്നേ മെറ്റീരിയലേക്കും, അത് കഴിഞ്ഞാൽ പിന്നെ അവളെ കയ്യിൽ ഫോണായിരിക്കും. നല്ല രസമാട്ടോ ഈ ഒരു സമയമൊക്കെ. നമ്മൾ കുറച്ചിങ്ങനെ റിലാക്സ് ചെയ്ത് വരുന്നതായിരിക്കും. ഇത് റോഡ് കിടക്കുക. നമ്മൾ പ്രത്യേകിച്ച് റോഡ് എടുക്കാന്ന് പറയുമ്പോൾ ആൾക്കാരൊന്നും വണ്ടി സ്ലോ ആക്കുക, ആ പരിപാടിയില്ല. പക്ഷെ തമിഴ്നാട്ടിൽ ഞാൻ ആ പരിപാടിയെ കണ്ടില്ല ഗൈസ്. നമ്മളിനിപ്പോൾ ചത്താലും വേണ്ടില്ല, ഓരോ വണ്ടി എടുത്ത് പോകും. അമ്മായിരുന്നു കണക്ക് ഗൈസ്. നമ്മൾ വരുന്നുണ്ട് എന്നാ ഒന്ന് മാറിത്തരാം, അങ്ങനെ ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. അവരെ വണ്ടിക്ക് ഭയങ്കര സ്പീഡ് ഉണ്ടോ അത് വേറെക്കാർ. അങ്ങനെ ബസ് കയറി ഗൈസ്. ബസ്സിൽ നല്ല രസമാണ്. നമ്മൾ പണ്ടത്തെ ആ ഒരു വിൻറ്റേജ് ലുക്ക്, ആ ഒരു ഫീലൊക്കെ നമുക്ക് മനസ്സിലിങ്ങനെ വരും കേട്ടോ. നമ്മളെവിടുത്തെ ബസ് പോലെ സ്പീഡ് പോവും, പക്ഷെ ഒരു പ്രത്യേക ഒരു കംഫർട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ബസ് അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് പിന്നെ സിറ്റി ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല വെയില, കൊതുകിനെ പോലെ വേറൊരു ഐറ്റം പറഞ്ഞാൽ എനിക്ക് വെയില ഫീൽ ചെയ്ത്. അടിപൊളി വെയിൽ,
കത്തുന്ന വെയിലാണ്, അജാതി വെയിൽ എന്നൊക്കെ പറയാമല്ലോ. ഇതാണ് നമ്മളെ കോളേജിൻ്റെ ഫ്രണ്ട് കേട്ടോ. കോളേജിൽ നിന്ന് മാത്രമല്ല ഹോസ്റ്റലൊക്കെ അതിലുള്ളിൽ തന്നെയാണ്. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് വാടം പോലും ഇല്ല, പക്ഷേ എന്നല്ലോ ഭയങ്കര സേഫാണ് ആ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ക്യാമറയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. എക്സാം കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് ഫ്രീ ആയി ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് സ്ലോ ആയിരിക്കും. പക്ഷെ എക്സാമിൻ്റെ മുന്നാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ സ്ലോ ആയിട്ടൊക്കെ ആയിരിക്കും റൂമിലെത്താം. പിന്നെ ഫുഡും കഴിച്ച് വീണ്ടും പഠിക്കായിരിക്കും.